ഒരേ സമയം ജനിച്ച ഇരട്ടക്കുട്ടികൾക്ക് പോലും ജീവിതം വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട്? നമസ്കാരം, അസ്ട്രോ ശ്രീധരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജ്യോതിഷത്തിൽ പലരും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. ഒരേ അച്ഛനും അമ്മയും ഒരേ സ്ഥലത്ത് ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജനിച്ച രണ്ട് കുട്ടികൾ. എന്നാൽ വളർന്നു വരുമ്പോൾ ഒരാളുടെ സ്വഭാവം മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തം. ഒരാളുടെ വിദ്യാഭ്യാസം വേറെ, ഒരാളുടെ ജോലി വേറെ, ഒരാളുടെ സാമ്പത്തിക സ്ഥിതി വേറെ, ഒരാളുടെ വിവാഹ ജീവിതം വേറെ. ഒരാളുടെ ജീവിതത്തിൽ ഉയർച്ച വരുമ്പോൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: ഒരേ കുടുംബത്തിൽ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജനിച്ച രണ്ട് കുട്ടികൾക്ക് എങ്ങനെ രണ്ട് തരത്തിലുള്ള ജീവിതം ഉണ്ടാകുന്നു? ഇതിനെ KP അസ്ട്രോളജി വളരെ മനോഹരമായ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അതിന് പ്രധാന രഹസ്യമാണ് സബ് ലോഡ് തിയറി. ഒരു ഉദാഹരണം നോക്കാം. നമുക്ക് ഒരു സ്ഥലത്ത് ഏകദേശം രാത്രിയിൽ 9:40 ഒരു കുട്ടി ജനിക്കുന്നു എന്ന് കരുതുക. അതേ സ്ഥലത്ത് അതേ മാതാപിതാക്കളുടെ മറ്റൊരു കുട്ടി 9:45 ജനിക്കുന്നു എന്ന് കരുതുക. 5 മിനിറ്റ് മാത്രമാണ് വ്യത്യാസം. പക്ഷേ KP അസ്ട്രോളജിയിൽ ഈ 5 മിനിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് എന്ന് നോക്കാം. ആദ്യ കുട്ടിയുടെ ലഗ്നം ഏകദേശം മകരം 20 ഡിഗ്രി 25 മിനിറ്റ് 17 സെക്കൻഡ് എന്ന സ്ഥാനത്താണ് കരുതുക. ഇവിടെ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ സൈൻ ലോഡ് ശനിയായിട്ടും സ്റ്റാർ ലോഡ് ചന്ദ്രനായിട്ടും സബ് ലോഡ് കേതുവുമായിട്ടാണ്. അതായത് ഈ ലഗ്നത്തിൻ്റെ സബ് ലോഡ് കേതുവാണ്. അതിനാൽ KP അസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിൽ ലഗ്നവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ കേതുവിൻ്റെ സിഗ്നിഫിക്കേഷന് പ്രാധാന്യം ലഭിക്കും. ഇനി രണ്ടാമത്തെ കുട്ടിയുടെ നോക്കാം. 5 മിനിറ്റിന് ശേഷം അതേ സ്ഥലത്ത് രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നു. ലഗ്നം ഏകദേശം മകരം 21 ഡിഗ്രി 46 മിനിറ്റ് 32 സെക്കൻഡ് എന്ന സ്ഥാനത്തേക്ക് മാറിയെന്ന് കരുതുക. ഇവിടെയും സൈൻ ലോഡ് സാറ്റേൺ തന്നെയാണ്, സ്റ്റാർ ലോഡ് മൂൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് തോന്നാം രണ്ട് കുട്ടികൾക്ക് ഒരേ സൈൻ ലോഡ്, ഒരേ സ്റ്റാർ ലോഡ്. അപ്പോൾ രണ്ടുപേരുടെയും ജാതകം ഏകദേശം ഒരുപോലെയല്ലേ? അല്ല. ഇവിടെയാണ് KP അസ്ട്രോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത്. സബ് ലോഡ് മാറിയിരിക്കുന്നു. രണ്ടാമത്തെ കുട്ടിയുടെ സബ് ലോഡ് വീനസ്, അതായത് ശുക്രനാണ്. അതായത് ആദ്യ കുട്ടി കേതു സബ് ലോഡിലും രണ്ടാമത്തെ കുട്ടി വീനസ് സബ് ലോഡിലും. ഇവിടെയാണ് വ്യത്യാസം ആരംഭിക്കുന്നത്. കേതുവിൻ്റെയും വീനസ് ഒരുപോലെയാണോ? തീർച്ചയായും അല്ല. കേതുവിൻ്റെ സ്വഭാവ സൂചനകൾ വീനസിൻ്റെ സ്വഭാവ സൂചനകളും വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഒരേ സൈൻ ലോഡ്, ഒരേ സ്റ്റാർ ലോഡ് ഉണ്ടായാലും സബ് ലോഡ് മാറുമ്പോൾ ഫലപ്രകടനത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകാം. ഇതാണ് KP അസ്ട്രോളജിയുടെ സൂക്ഷ്മത. ട്രഡീഷണൽ അസ്ട്രോളജിയിൽ നമ്മൾ രാശിയും നക്ഷത്രവും നോക്കുന്നു. KP അസ്ട്രോളജിയിൽ അതിൽ കൂടുതൽ സൂക്ഷ്മമായി വിഭജിച്ചു നോക്കുന്നു. സൈൻ ലോഡ്, സ്റ്റാർ ലോഡ്, സബ് ലോഡ്. ഈ സബ് ലോഡ് ലെവലെയാണ് പലപ്പോഴും ഒരു സ്വഭാവത്തിൻ്റെ യഥാർത്ഥ ഫലപ്രകടനം കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് KP അസ്ട്രോളജിയിൽ സബ് ലോഡ് വളരെ പ്രധാനപ്പെട്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്ന് നമ്മൾക്കൊരു വലിയ പാഠം കിട്ടുന്നു. ഒരു കുട്ടിയുടെ ജനന സമയം എഴുതുമ്പോൾ രാത്രി 9:40 എന്ന് ഏകദേശം പറഞ്ഞാൽ മാത്രം മതിയാകില്ല. കഴിയുന്നത്ര കൃത്യമായി ജനനത്തീയതി, ജനനസമയം, ജനനസ്ഥലം, ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ് എല്ലാം കൃത്യമായി രേഖപ്പെടുത്തണം. കാരണം KP അസ്ട്രോളജിയിൽ വളരെ ചെറിയ സമയവ്യത്യാസം പോലും ചിലപ്പോൾ കസ്പ് പൊസിഷനിലും സബ് ലോഡിലും മാറ്റം വരുത്താൻ കഴിയും. അതുകൊണ്ടാണ് ബർത്ത് ടൈം ആക്യുറസി വളരെ പ്രധാനപ്പെട്ടത്. ഇതൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. 5 മിനിറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായും ജീവിതം മുഴുവൻ മാറും എന്നല്ല KP അസ്ട്രോളജി പറയുന്നത്. ജനനസമയം വ്യത്യാസം യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ട കസ്പ് അല്ലെങ്കിൽ പ്ലാനറ്ററി പൊസിഷന്റെ സബ് ലോഡ് മാറുന്നുവോ അതനുസരിച്ച് ഒരച്ഛനും അമ്മയും ഒരേ സ്ഥലത്ത് ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജനിച്ച രണ്ട് കുട്ടികൾക്ക് എന്നാൽ വളർന്നു വരുമ്പോൾ ഒരാളുടെ സ്വഭാവം മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാകും. ഒരാളുടെ ജോലി വേറെ, ഒരാളുടെ വിദ്യാഭ്യാസം വേറെ, ഒരാളുടെ സാമ്പത്തിക സ്ഥിതി വേറെ, ഒരാളുടെ വിവാഹ ജീവിതം വേറെ. ഒരാളുടെ ജീവിതത്തിൽ ഉയർന്നു വരുമ്പോൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ KP അസ്ട്രോളജി പ്രകാരം നോക്കിയാൽ ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ ജാതകം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. എൻ്റെ സുഹൃത്തുക്കളെ,
എന്തെങ്കിലും കാരണവശാൽ ജാതകം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും KP ഹൊറാരിയാണ് കൂടുതൽ നല്ലത്. കാരണം KP ഹൊറാരി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഒരു ആൻസറെ കിട്ടുകയുള്ളൂ, പക്ഷേ അത് വ്യക്തമായും കിട്ടും. എന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് നമ്മളുടെ നമ്മളെടുക്കുന്ന 249 താഴെയുള്ള ഒരു നമ്പർ വെച്ച് കണ്ടുപിടിക്കുന്നതാണ്. വളരെ ആക്യുറേറ്റ് ആയിരിക്കും അത്. ആൻസർ വളരെ സ്പഷ്ടമായിരിക്കും. ബർത്ത് ടൈം റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ബർത്ത് ടൈമിൻ്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. 2 മിനിറ്റ് 3 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി സബ്ലോഡ് മാറി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ജാതകത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസോ അല്ല ജാതകം കറക്റ്റ് ചെയ്യണമെന്നോ അല്ലാതെ നമുക്ക് എന്തെങ്കിലും പ്രത്യേക കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ തംബ്നെയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ, സന്തോഷം.